കഥ പറയൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചെസ് നമ്പറുകൾ K 209, K 214, K 220, K 222, K 240, K 243, K 253, K 259, K 268, K 270, K 274. ആദ്യമായി മത്സരിക്കുന്ന കോഡ് നമ്പർ K 209. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഒരിക്കൽ ഒരു അണ്ണാൻ മരച്ചില്ലകളിലൂടെ ചാടി ചാടി നടക്കുകയായിരുന്നു. കാൽ തെറ്റി താഴെ വീണതോ ഞാൻ പറയാം ഒരു ചെന്നായുടെ പുറത്ത്. ചെന്നായനെ ഞെട്ടിയുണർന്ന് പറഞ്ഞു, എടാ, നീ എന്റെ ഉറക്കം കെടുത്തിയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ അണ്ണാനെ പിടിച്ചതും തിന്നാനായി വാ പുണർന്നതും ഒരുമിച്ച്. അയ്യോ, എന്നെ കൊല്ലരുതേ, എന്നെ വെറുതെ വിടണേ, ഞാനൊരു പാവമാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അണ്ണാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചെന്നായ ഒരു നിമിഷം ആലോചിച്ചു. ഇത് തന്നെ പറ്റിയ അവസരം, ആ രഹസ്യം അറിയാനുള്ള അവസരം. ഇതായിരുന്നു ചെന്നായ ആലോചിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അണ്ണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ അണ്ണന്മാർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ രഹസ്യമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അണ്ണാൻ ഒരു ബുദ്ധി തോന്നി. ഇത് തന്നെ പറ്റിയ അവസരം, രക്ഷപ്പെടാനുള്ള അവസരം. ഞങ്ങൾ അണ്ണന്മാർ സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ രഹസ്യം ഞങ്ങൾ ആ വലിയ മരത്തിന്റെ പൊത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ വിട്ടാൽ മാത്രമേ അതെനിക്ക് എടുത്തുകൊണ്ട് വന്ന് അങ്ങേ കാണിക്കാൻ പറ്റൂ. ഇത് കേട്ട ചെന്നായ പിടിവിട്ടു. അണ്ണാനോടി ഒരു മരത്തിന്റെ ചില്ലയിൽ കയറി പിടിച്ചിരുന്നു പറഞ്ഞു, എടാ വിഡ്ഢിയായ ചെന്നായെ, നീ എന്റെ സൂത്രത്തിൽ വീണു അല്ലേ? ഞങ്ങൾ അണ്ണാന്മാർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ രഹസ്യമല്ലേ നിനക്കറിയേണ്ടത്? ഇതാ കേട്ടോളൂ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് ഒന്നിനോടും ആർത്തിയില്ല, ഞങ്ങൾ ഉള്ളതിൽ സംതൃപ്തരാണ്, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാറുമില്ല. എന്നാൽ നിങ്ങൾ ചെന്നായ്ക്കളോ, നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തരേ അല്ല, നിങ്ങൾ എല്ലാവരെയും ഉപദ്രവിക്കും. നിങ്ങൾ എല്ലാത്തിനോടും ആർത്തിയാണ്. സുഖവും ദുഃഖവും മനസ്സിന്റെ സൃഷ്ടിയാണ്, മനോഭാവത്തിന്റെ ഫലമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അണ്ണൻ ചീ എന്ന് ശബ്ദമുണ്ടാക്കി മരച്ചില്ലകളിലൂടെ ചാടി ചാടിപ്പോയി. ഇന്നും അണ്ണന്മാർ ചീ എന്ന് ശബ്ദമുണ്ടാക്കി അവരുടെ സന്തോഷത്തിന്റെ രഹസ്യം നമ്മയോട് വിളിച്ചു പറയാണത്രേ. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം എന്താണ്? ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് വേണ്ട വിധത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ വിജയം നമ്മെ തേടി വരൂ. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരി, ഞാൻ കാശിക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് എല്ലാം നല്ലതിന് തന്നെ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് നല്ല ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ഭടന്മാരും നായട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലതു തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈ മുറിഞ്ഞ് ചോരഴുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ആരവിടെ? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടയ്ക്കോ? രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് നായിട്ട് തുടങ്ങി. പെട്ടെന്നതാ ഒരു സിംഹം രാജാവിന്റെ ഭടന്മാർ 4 വർഷോടി മറ്റിൽ കയറി ഒഴിച്ചു. രാജാവിനെ പേടിച്ചടിച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിനെ മണത്തു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. സിംഹം അതുവഴി നടന്നു പോയി. അപ്പോൾ രാജാവ് മനസ്സിലായി, തന്റെ കൈമുറിഞ്ഞ ചോരന്നില്ല എങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരോട് പറഞ്ഞ മന്ത്രിയെ ജയിലിൽ നിന്ന് ഇറക്കി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ കൈമുറിഞ്ഞ ചോരന്നില്ല എങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലടച്ചില്ല എങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല.
ഇത് കേട്ട് എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. പിന്നെ രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥക്കൊരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നല്ലത് തന്നെയെന്ന് നാം കരുതണം. എല്ലാം നല്ലത് തന്നെ. നന്ദി. മാന്യസദസ്സിന് നമസ്കാരം. രസികനായ അർക്കൻ നമ്പൂതിരിപ്പാടിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. അർക്കൻ നമ്പൂതിരിപ്പാട് നളചരിതം 4-ാം ദിവസം മൂളിക്കൊണ്ട് പടിഞ്ഞാറേ പടിയിലങ്ങനെ ഉലാത്തുമ്പോഴാണ് ആ വിശേഷപ്പെട്ട ഗന്ധം തിരുമൂക്കിലേക്ക് കടന്നു കയറിയത്. ഹി ഹി, എന്താ കഥ? എവിടെന്നാ ഇത്ര ഒരു വിശേഷപ്പെട്ട ഒരു ഗന്ധം? കല്യാണ സൗഗന്ധ്യത്തിൽ ഏബിന് പറ്റിയ അബദ്ധം നമുക്കും പറ്റോ? എവിടെയാ കൊശവൻ? എടോ രാമ, ഇങ്ങോട്ട് വരിക. റാൻ, എടോ തനിക്ക് തോന്നണില്ലേ എന്തേ ഒരു മണം? എന്തോ വിശേഷപ്പെട്ട ഭക്ഷ്യം ഉണ്ടാക്കണമെന്നാ തോന്നുന്നത്. താനിപ്പ തേടിപ്പിടിക്കണം. എന്താ എവിടെന്നാന്നൊക്കെ അന്വേഷിച്ച് ക്ഷണം വരിക. രാമൻ ഇല്ലപ്പറമ്പും കുളപ്പുരയും സർപ്പക്കാവും ചാടിക്കിടന്ന ഒരു പോലീസ് നായെ പോലെ മണം പിടിച്ച് കുടികിടപ്പുകാരൻ മത്തായിയുടെ വീട്ടിലെത്തി. സംഗതി പിടികിട്ടി. അയില പൊരിക്കണ മണം. രാമനാകപ്പാടെ ചിന്താവിഷ്ടനായി. ഇക്കാര്യം നമ്പൂതിരി പറഞ്ഞ് അറിയിച്ചാലും കുഴപ്പം, അറിയിച്ചില്ലെങ്കിലും കുഴപ്പം. മേലാൽ മത്തായി മീൻ പൊരിക്കരുതെന്ന് കൽപ്പിച്ചാൽ മത്തായി കൊച്ചു പീച്ചാത്തി എടുക്കും. ശങ്കിച്ചും വിഷമിച്ചും പടികയറി വന്ന രാമനോട് നമ്പൂതിരി തട്ടിക്കേറി. എന്താ ഇത്ര നടക്കാനൊരു വിഷമം? നമുക്ക് ബന്ധപ്പാടായി നിശ്ചയില്ലേ? ആട്ടെ, എന്താ കേട്ട മണം? എവിടെന്നാ? രാമൻ ഉണർത്തിച്ചു. തിരുമേനി ക്ഷമിക്കണം. അയലത്തെ കുടികിടപ്പുകാരൻ മത്തായി ശരീരപുഷ്ടിക്കായി ഒരു ലേഹ്യം ഉണ്ടാക്ക. ഉണ്ണിത്തിരിയുടെ ഷീട്ടാത്രേ. കുഷ്മാണ്ടെന്നെന്തോ പറഞ്ഞു. പിന്നീട് എല്ലാ ദിവസവും അർക്കൻ നമ്പൂതിരിപ്പാട് ആ മണം പിടിച്ച് പറമ്പിലങ്ങനെ കറങ്ങി നടക്കും. ഹായ്, ഗന്ധ ഇത്ര കേമാച്ച. സാധനം എന്തായിരിക്കും? എടോ രാമ, ഇങ്ങോട്ട് വയ്ക്ക. നമുക്കിടയായ ഒരു അസ്ഥിത അസാര്യ ലേഹ്യം മത്തായോട് തരാൻ പറയാ. പറ്റാച്ച, നമുക്കുണ്ടാക്കാം. എന്താ പറ്റെന്ന് ചോദിച്ചേക്കണേ. രാമൻ കുഴങ്ങി. തിരുവായിക്ക് എതിർവായില്ല. ഒരു ചൈലെ കഷ്ണം 2-3 ദിവസം എത്തിച്ചു കൊടുത്തു. എടോ രാമ, ഉണ്ണിത്തിരിയുടെ ലേഹ്യം ബഹുകേമം. 2 നേരം അങ്ങോട്ട് സേവിച്ചാലോന്നൊരു ശങ്ക. അങ്ങനെ നമ്പൂതിരിപ്പാടിന്റെ ലേഖ്യസേവ മുറുകി. ഒരു ചെവി ഇരുചെവി അറിഞ്ഞ് ഈ കഥ ചിറക്കൽ തമ്പുരാന്റെ ചെവിയിലും എത്തി. തമ്പുരാൻ അന്നത്തെ നാടുവാഴിയാണ്. അക്കാലത്ത് നമ്പൂരാർക്ക് ബ്രാഹ്മണ ചിട്ട നിർബന്ധം. ഇന്നത്തെ പോലെ എന്ത് കാടും കാട്ടി നടക്കാൻ പറ്റുകയില്ല. ഇന്ന് പണം പണമെന്ന് ഒറ്റ വിചാരല്ലുള്ളൂ. അല്ല, ആർക്കാ പണം വേണ്ടാത്തത് അല്ലേ? തമ്പുരാൻ കോപിച്ചു വശായി. മത്സ്യം സേവിക്കണം ആ കെട്ട നമ്പൂതിരെ ഉടൻ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. അപ്പോഴാണ് അർക്കൻ നമ്പൂതിരി പാടിന് അബദ്ധം മനസ്സിലായത്. ഏതായാലും കഴിച്ചു. ദേഹം ആകപ്പാടൊന്ന് നന്നാവുകയും ചെയ്തു. പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, വരുന്നത് വരട്ടെ. അദ്ദേഹം ചിറക്കൽ തമ്പുരാന്റെ മുന്നിലെത്തി വണങ്ങി നിന്നു. എന്താ അർക്കൻ നമ്പൂതിരി, നാം ഈ കേട്ടതൊക്കെ ശരിയാണോ? ബ്രാഹ്മണന് മത്സ്യമാംസാദി കഴിക്കാൻ വിധിയുണ്ടോ? ഊണൂലിട്ട് കുടുമയും വെച്ച് ഭസ്മക്കുറിയും തൊട്ട് ഗായത്രിയും ജപിച്ച് മത്സ്യം കഴിക്കാച്ച വലിയ കഷ്ടല്ലേ? എന്താ തിരുമേനിയുടെ പുറപ്പാട്? ജാത്യാചാരം ലംഘിച്ച് മതം മാറിയിട്ട് ഭാവമുണ്ടോ? എന്തേ, ഒന്നും പറയാനില്ലേ? നമ്പൂതിരി ഒട്ടും പരിഭ്രമിക്കാതെ പറഞ്ഞു. നോവും ജാത്യാചാരം ലംഘിച്ചൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിനോട്ട് ഭാവമില്ല. ബ്രാഹ്മണന് ഒരു പ്രത്യേക രോഗം വന്നാൽ കുഷ്മാണ്ഡത്തിൽ മത്സ്യം ചേർത്ത് ലേഹ്യാക്കി പുണ്യാഹം തളിച്ച് സേവിക്കാനൊരു വിധിയുണ്ട്. പ്രമാണം ചൊല്ലണോ? ആവാം. കുഷ്മാണ്ഡമൃസിതം മത്സ്യം ഉദർശ വിപ്രാം. അർത്ഥം തമ്പുരാന് ഗ്രാഹ്യണ്ടല്ലോ. വിസ്തരിക്കണോ? ഗ്രന്ഥം കാണണോ? വേണ്ട വേണ്ട. നമ്പൂതിരിപ്പാടിന്റെ ശ്ലോകവും വാദവും കേട്ട തമ്പുരാൻ കൽപ്പിച്ചു. പോവാം, തിരുമേനിക്ക് പോകാം. അപാര പണ്ഡിതനായ അങ്ങ് മുഷിയരുത്. ആവാം, തിരുമേനിക്ക് ഇഷ്ടം പോലെ ആവാം. വിസ്തരിച്ചൊന്ന് മുറുക്കി നമ്പൂതിരിപ്പാട് സ്ഥലം വിട്ടു. യുക്തിയും
ബുദ്ധിയും കൊണ്ട് അദ്ദേഹം ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, മനസ്സുറപ്പോടെ ആപത്തുകളെ നേരിടാൻ നാം ശ്രമിക്കണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് എല്ലാം നല്ലതിന് തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ബുദ്ധിമാനായ മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിലടക്കൂ. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോഴും മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. ഉടൻ തന്നെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് നായാട്ട് തുടർന്നു. പെട്ടെന്നതാ ഒരു സിംഹം. ഭടന്മാർ 4 പാടും മൂടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ചുടച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിന്റെ അടുത്തേക്ക് വന്ന് മണത്തു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു എന്ന്. ഉടനെ തന്നെ രാജാവ് ഭടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അതിനുശേഷം മന്ത്രിക്ക് കുറെ നല്ല നല്ല സമ്മാനങ്ങൾ രാജാവ് നൽകി. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥക്കൊരു ഗുണപാഠമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് തന്നെയാണ് നമ്മൾ കരുതണം. എല്ലാം നല്ലതിന് തന്നെ. നന്ദി. മാനസദസ്സിന് വന്ദനം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് അമ്മയും രാക്ഷസിയും. പണ്ടൊരു രാജ്യത്ത് ബോധിസത്ത എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് പ്രജകളുടെ എല്ലാ പരാതികളും പ്രശ്നങ്ങളും യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചാണ് പരിഹരിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരമ്മ തന്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് കുളിക്കാനായി നദിയിലേക്ക് പോയി. കുഞ്ഞിനെ കുളിപ്പിച്ച് കരയിലിരുത്തിയതിനു ശേഷം അവർ കുളിക്കാനായി നദിയിലേക്ക് ഇറങ്ങി. ഈ സമയം അതൊരു രാക്ഷസി വന്നു. കടവിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അവൾ കണ്ടു. അവളുടെ നാവിൽ വെള്ളം മൂറി. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കൈക്കലാക്കാൻ രാക്ഷസി തീരുമാനിച്ചു. അവൾ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ കടവിൽ ചെന്നു കുഞ്ഞിനോടൊപ്പം ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മയ്ക്ക് യാതൊരു സംശയവും തോന്നിയില്ല. അമ്മ കുളി കഴിഞ്ഞ് വസ്ത്രം മാറാൻ മറവിലേക്ക് നീങ്ങിയതും രാക്ഷസി കുട്ടിയായും തട്ടിയെടുത്തുകൊണ്ട് അസ്ത്രമിട്ട വേഗത്തിൽ പറഞ്ഞു, അയ്യോ രക്ഷിക്കണേ, എന്റെ കുഞ്ഞിനെ അടുത്ത് തട്ടിക്കൊണ്ടുപോകുന്നേ, അയ്യോ രക്ഷിക്കണേ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് രാക്ഷസിയുടെ പിറകെ അമ്മ ഓടി. ഇത് കേട്ട് നാട്ടുകാരും പിറകെ ഓടി. ഇത് കണ്ട് രാക്ഷസി നിന്നു. ഇതെന്റെ കുഞ്ഞാ, ഇവള് ഭ്രാന്തിയാ, നുണ പറയുകയാ, രാക്ഷസി പറഞ്ഞു. അല്ല, ഇത് എന്റെ കുഞ്ഞാ, ഇവൻ എന്റെ കുഞ്ഞിനെ മയക്കിയെടുത്തതാ, അമ്മ പറഞ്ഞു.
സത്യമറിയാൻ നാട്ടുകാർ ഇവരെ ബോധിസത്തന്റെ അടുത്തെത്തിച്ചു. ബോധിസത്തൻ ഇരുവരുടെയും വാദം കേട്ട ശേഷം തറയിൽ ഒരു വര വരച്ച് അതിൽ കുഞ്ഞിനെ കിടത്താൻ സേവകനോട് പറഞ്ഞു. രണ്ടുപേരും വരയുടെ ഇരുവശത്തും ഇരുന്ന് നാം കൽപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ ഓരോ കയ്യിലും പിടിച്ച് കളിക്കുക. ആരുടെ ഭാഗത്തേക്കാണോ കുഞ്ഞ് നീങ്ങുന്നത് അവർക്ക് കുഞ്ഞിനെ സ്വന്തമാക്കാം. ബോധിസത്തൻ കൽപ്പിച്ചു. വലിപ്പൂ കൽപ്പന കേട്ടതും രാക്ഷസി സർവശക്തി ഉപയോഗിച്ച് വലിക്കാൻ തുടങ്ങി. കുഞ്ഞ് വേദന കൊണ്ട് കരയാൻ തുടങ്ങിയതും അമ്മ പിടിവിട്ടു. എന്തേ കുഞ്ഞിനെ വേണ്ടേ? ബോധിസത്തൻ ചോദിച്ചു. വേണം, പക്ഷേ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോ വലിക്കാൻ തോന്നിയില്ല, അമ്മ പറഞ്ഞു. ബോധിസത്തൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. യഥാർത്ഥ അമ്മ ആരാണെന്ന് മനസ്സിലായില്ലേ? ഒരമ്മയും കുഞ്ഞ് വേദനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. കൊടുക്കൂ യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ, ബോധിസത്തൻ കൽപ്പിച്ചു. കുഞ്ഞിനെ കിട്ടിയത് അമ്മ മാറോടണച്ച് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. രാക്ഷസി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഭടന്മാർ പിടികൂടി. ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല സ്ത്രീയായി ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് രാക്ഷസിക്ക് മാപ്പ് കൊടുത്ത് വിട്ടയച്ചു. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളും നിഷ്പ്രയാസം പരിഹരിക്കാമെന്ന് മനസ്സിലായില്ലേ കൂട്ടുകാരെ? ബുദ്ധിയാണ് ശക്തി, അമ്മയാണ് സത്യം. നന്ദി. ബഹുമാന സദസ്സിനെ കൂപ്പുകൾ, ചിരിയും ചിന്തയും ഇടകലർന്ന ഒരു കഥ. കാസിമിന്റെ ചെരുപ്പ്. ഞാനുണ്ടല്ല നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാ. പേര് കാസിമ് നാട്ടോ. ആള് നല്ല ആളൊക്കെ തന്നെയാ. സ്വത്തുണ്ട് ഒരുപാട്. പറഞ്ഞിട്ടെന്താ, അർത്ഥ കഴിക്ക് ഉപ്പ് തേക്കൂലാന്ന്. കുപ്പായിക്കിണ്ട ഒരുപാട്. എന്നാൽ കീരി പറഞ്ഞ് തുന്നിപ്പഞ്ഞ കുപ്പായിട്ടോണ്ടാ മൂപ്പരുടെ നടത്തം. കാലിൽ ചെരുപ്പുണ്ട്, അതിന്റെ കാര്യം പറയണ്ട. തെഞ്ഞ് തീരാനായിട്ട് അതിന്റെ മുകളിലോ കൂർത്തൊരാണിയും. കാലിനിട്ടാൽ തേഞ്ഞോന്നുകൊണ്ട് ചെരുപ്പും തൂക്കിയ മൂപ്പരുടെ നടത്തം. ഒരു ദിവസം കാസിമിനൊരു പൂതി, പള്ളിയിലൊന്ന് പോകണോന്ന്. ചെരുപ്പും തൂക്കി കാസിം പള്ളിയിലേക്ക് നടന്നു. ചെരുപ്പ് പുറത്ത് വെച്ച് ഉള്ളിൽ നിസ്കരിക്കാൻ പോയി. പുറത്തേച്ച വൃത്തികെട്ട ചെരുപ്പ് കണ്ട് കാവൽക്കാരൻ കലി കയറി. കാവൽക്കാരൻ ഒരു കൊമ്പെടുത്ത് ചെരുപ്പ് അതിൽ തൂക്കി ഒരൊറ്റേറ്. മനസ്സും ശരീരവും ശുചിയാക്കി പുറത്തു വന്ന കാസിമിന്റെ ചെരുപ്പുണ്ടോ കാണാൻ. തേച്ചലോടിരിച്ചൽ അവസാനം ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല 2 എണ്ണം വിട്ട് കാസിന്റെ മേൽ അങ്ങനെ നടന്നു. 4 അടിയേ നടന്നുള്ളൂ. അതാ പിന്നിൽ നിന്നൊരു പിടുത്തം. ആരുടെ എന്റെ ചെരുപ്പിട്ടത്? ചെരുപ്പ് മോഷ്ടിച്ച കാസിമിനെ ന്യായതിമിന്റെ അടുത്തെത്തിച്ചു. ചാട്ടവാർ കൊണ്ട് 80 അടിയും പോരാത്തതിനോ പഴയ ചെരുപ്പും തൂക്കി കാസിമിന് പുഴക്കരയിലെത്തി. കാസിം ചെരുപ്പ് വലിച്ചെറിഞ്ഞു. വീണതോ ഒരു മുക്കുവിന്റെ വലയിൽ. വലക്കീരി മീനെല്ലാം പോയി. അവിടെ നിന്ന് കിട്ടി കാസിം നല്ല ചുട്ട ബെട. പിന്നെയും ചെരുപ്പും തൂക്കി കാസിം വീട്ടിലേക്ക് നടന്നു. വീട്ടിന്റെ പിന്നാമ്പുറത്ത് ഒരു കുഴിയെടുത്ത് ചെരുപ്പ് അതിലിട്ട് കുടി മൂടി. പതിവില്ലാതെ കുത്തുകയും കിളക്കുകയും ചെയ്യുന്നത് കണ്ട് ആൾക്കാരന് സംശയം തോന്നി. കിട്ടിയ നിധി ആരും കാണാതെ കുഴിച്ചു മൂടാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പൊ തന്നെ ഞാദ്യമനെ അരിക്കണം. ദാ വരുന്നു സൈന്യം. കുന്തവും തൂമ്പയും കൊണ്ട് കിളക്കലോട് കിളക്കാൻ. എന്നിട്ട് വല്ലതും കിട്ടുമോ? ആ കിട്ടി. ആർക്ക്? കാസിമിന്. എന്ത് നല്ല ചുട്ട ബെട. ദേഷ്യം പിടിച്ച കാസിം ചെരുപ്പെടുത്ത് വീട്ടിലെ മുകളിലേക്ക് ഒറ്റേറ്. അത് കണ്ട പരുന്ത് ചെരുപ്പും തൂക്കി പറക്കാൻ തുടങ്ങി. എങ്ങനെയെന്നറിയില്ല, പരുന്തിന്റെ കൈമ ചെരുപ്പ് താഴെ വീണു പോയി. ചെന്ന് വീണതോ ഒരു കല്യാണ പാർട്ടിയുടെ നടുവിൽ. പോരെ പൂരം. ആരാ ചെരുപ്പെടുന്നത്? അവർ തമ്മിൽ തല്ലായി കുത്തായി ബഹള. അവിടുന്ന് കിട്ടി കാസിം നല്ല ചുട്ട ബെട. അടികൊണ്ടുകൊണ്ട് കാസിം ആവശ്യനായി. കാസിം ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒരിക്കലും ഞാൻ ഈ ചെരുപ്പ് ഉപയോഗിക്കില്ല.
കാസിം ചെരുപ്പും തൂക്കി ഞാനിന്റെ അടുത്തെത്തി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഈ ചെരുപ്പ് സൂക്ഷിക്കണം, ഇനി എനിക്ക് അടികളിൽ വയ്യേ. കാസിം ഞാനിവിടെ കാൽക്കൽ വീണും കൊണ്ട് പൊട്ടിക്കറിഞ്ഞു. നോക്കണേ ഓരോ വയ്യാവേലി അറിഞ്ഞും അറിയാതെയും വരുന്നത്. നന്ദി.